ഹലോ ഫ്രണ്ട്സ്, ചെയിൻ സർവേയിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ് എന്ന ടോപ്പിക്ക് വെച്ചാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ വരുന്ന എറേഴ്സ്, കറക്ഷൻസ് അപ്ലൈഡ്, അതേപോലെ തന്നെ ഇതിൽ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന ചില ടേംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയിൻ സർവേയിങ് എന്താണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് സർവേ ചെയ്യേണ്ട ഒരു ഏരിയയെ പല ലൈൻസ് ആയിട്ട്, പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്ത് നമ്മൾ ടേപ്പോ ചെയിനോ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നു. എന്നിട്ട് ഈ സൈഡ്സിൻ്റെ ലെങ്ത്ത് യൂസ് ചെയ്ത് കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ബേസിക്കലി ചെയിൻ സർവേയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്ത് മെഷർ ചെയ്തെടുക്കുക എന്നതാണ്. അപ്പം ചെയിൻ സർവേയിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൽ യൂസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്ത് പോകാം. ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേ. മെയിൻ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നമുക്കൊരു ഫിഗർ കാണാം. അപ്പോൾ നമുക്ക് സർവേ ചെയ്യേണ്ട ഒരു ഏരിയയുടെ ഒരു ഡീറ്റെയിൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സർവേ ചെയ്യേണ്ട ഏരിയ നമ്മൾ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന അല്ലെങ്കിൽ സർവേ ലൈൻസിൻ്റെ എൻഡ്സിൽ വരുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ മെയിൻ സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. മെയിൻ സ്റ്റേഷൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓർ ബിഗിനിങ് ഓഫ് എ സർവേ ലൈൻ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മുടെ പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഇ എന്നിവയാണ് മെയിൻ സ്റ്റേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ മെയിൻ സർവേ ലൈൻസിൻ്റെ എൻഡ്സിലായിട്ടായിരിക്കും, ബൗണ്ടറി ആയിട്ടായിരിക്കും ഈ മെയിൻ സ്റ്റേഷൻസ് വരുന്നത്. അടുത്തത് മെയിൻ ലൈൻസ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ മെയിൻ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ മെയിൻ സർവേ ലൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ എ ബി, ക്യാപിറ്റൽ ബി സി, ക്യാപിറ്റൽ സി ഡി ഇവയെല്ലാം മെയിൻ സർവേ ലൈൻസ് ആണ്. ഈ മെയിൻ സർവേ ലൈൻസിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ ലോങ്സ്റ്റ് ചെയിൻ ലൈൻ വിച്ച് റൺസ് ത്രൂ ദ മെയിൻ സ്റ്റേഷൻസ്. അപ്പോൾ മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലെങ്ത് കൂടിയ ലൈനാണ് ബേസ് ലൈൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ബേസ് ലൈനായിട്ട് കിട്ടുന്നത് ലൈൻ ക്യാപിറ്റൽ എ ഡി ആണ്. അടുത്തത് സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻസ്. അപ്പോൾ ഈ മെയിൻ സ്റ്റേഷൻസ് വെച്ച് മാത്രം നമ്മൾ സർവേ ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഈ നടുക്ക് വരുന്ന പ്ലോട്ട് ഏരിയയ്ക്ക് നടുക്ക് വരുന്ന ചില ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ ചില പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയിൻ ലൈൻസിനുള്ളിൽ തന്നെ നമ്മൾ ചില സബ്സിഡറി സ്റ്റേഷൻസ് എടുക്കുന്നു. എന്തിന്? ഇതിനുള്ളിലുള്ള ചില ഇപ്പം ഇടയ്ക്ക് ട്രീസ് വല്ലതും വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വെല്ലോ എന്തെങ്കിലും നമ്മുടെ ഈ പ്ലോട്ട് ഏരിയയ്ക്കുള്ളിൽ വരുവാണെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെയിൻ ലൈൻസിൽ തന്നെ നമ്മൾ ചെറിയൊരു പോയിൻ്റ്, ഒരു ടൈ സ്റ്റേഷൻ എടുക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈ സ്റ്റേഷൻസ് അഥവാ സബ്സിഡറി സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. സ്റ്റേഷൻസ് ഓൺ ദ മെയിൻ ലൈൻസ് ടു റൺ സെക്കൻഡറി ലൈൻസ് ഫോർ ലൊക്കേറ്റിംഗ് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഫിഗറിൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി ഇവയെല്ലാം സബ്സിഡറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് ആണ്. ഇനി ഈ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് ടൈ ലൈൻസ്. ടൈ ലൈൻ ഓർ സബ്സിഡറി ലൈൻ ഇസ് എ ലൈൻ ജോയിനിങ് ദ ടൈ സ്റ്റേഷൻ ടു ലൊക്കേറ്റ് ദ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് അവേ ഫ്രം ദ മെയിൻ ചെയിൻ ലൈൻസ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി എല്ലാം മെയിൻ സ്റ്റേഷൻസ് ആണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ക്യാപിറ്റൽ T2, ക്യാപിറ്റൽ T1 ഇവയെല്ലാം സബ്സിഡറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് ആണ്. ഇനി ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സർവേയുടെ ആക്യുറസി മെഷർ ചെയ്യാനായിട്ട് ചില ലൈൻസ് എടുക്കാറുണ്ട്. അതായത് നമുക്ക് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് മെഷർ ചെയ്യാനായിട്ട് ഈ ലൈൻസിൻ്റെ ആവശ്യകത ഉണ്ടാവില്ല, പക്ഷേ ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചില ലൈൻസ് എടുക്കും. ഇതിനെയാണ് നമ്മൾ ചെക്ക് ലൈൻസ് അഥവാ പ്രൂഫ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. ആക്യുറസി, സർവേയിങ്ങിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈൻസ് ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ചെക്ക് ലൈൻസ് ഓർ പ്രൂഫ് ലൈൻസ്. ഇനി ഓഫ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഈ സർവേ ചെയ്ത് പോകാൻ നേരം ഈ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ചെറിയ ലാറ്ററൽ ഡിസ്റ്റൻസസ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ മെയിൻ സർവേ ലൈനിൻ്റെ ലാറ്ററൽ ഡയറക്ഷനിലേക്ക് നമുക്ക് ചെറിയ ഡിസ്റ്റൻസസ് ചിലപ്പോൾ മെഷർ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഇത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് ആയിരിക്കാം, ചിലപ്പോഴൊക്കെ ഒബ്ലീക്ക് ഓഫ്സെറ്റ്സ് നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട്. ഒബ്ലീക്ക് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി അല്ലാതെ വേറൊരു പർട്ടിക്കുലർ ആംഗിളിൽ എടുക്കുന്ന ലൈനെയാണ് നമ്മൾ ഒബ്ലീക്ക് ലൈൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ മെയിൻ സർവേ നമ്മൾ ചെയ്തു പോകുന്ന ഡയറക്ഷന് ഒബ്ലീക്കായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ സൈഡ്സിലേക്ക് ലാറ്ററൽ ഡിസ്റ്റൻസസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയിൻ സർവേയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തു വരുന്ന ടേംസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ എടുത്ത മെഷർമെൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് ബുക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഫീൽഡ് ബുക്ക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ബുക്ക് വിച്ച് ഇസ് യൂസ്ഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓർ എൻറ്റർ ദ മെഷർമെൻറ്റ്സ് ടേക്കൺ ഡ്യൂറിങ് ചെയിൻ ഓർ ടേപ്പ് സർവേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം എൻറ്റർ ചെയ്യുന്ന ഈ ഫീൽഡ് ബുക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ് അതിൻ്റെ ഡൈമെൻഷൻ. റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ സൈസ് ഓഫ് ദ ബുക്ക് ഇസ് 12 സെൻറ്റിമീറ്റർ ബൈ 20 സെൻറ്റിമീറ്റർ. ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചോണം 12 by 20 എന്നുള്ളത്. കാരണം ചില എക്സാംസിനൊക്കെ മറ്റേ ഓപ്ഷനായിട്ട് 20 by 12 എന്ന് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക 12 by 20 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഈ ഫീൽഡ് ബുക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ ലൈനും ഡബിൾ ലൈനും. അപ്പം ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഒരു സിംഗിൾ ലൈൻ ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ ലൈനിൽ ആ ഒരു പേജിൻ്റെ സെൻറ്റർ ലൈനിൽ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെയിൻ ലൈന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. The red line along the length of the paper in the middle of the width. ആ പേജിൻ്റെ നടുക്കായിട്ട് ഒരു റെഡ് ലൈൻ അലോങ് ദ ലെങ്ത് ഓഫ് ദ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ചെയിൻ ലൈൻ. ഇനി ഈ ലൈനിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് പോകുമ്പോൾ ഈ ലൈനിലാണ് നമ്മൾ മെഷർമെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓൾ ചെയിനേജസ് ആർ റിട്ടൺ അക്രോസ് ഇറ്റ്. The space on either side of the line is used for sketching the objects and for noting offset distances. അപ്പോൾ ചെയിൻ ലൈനിൻ്റെ നമ്മൾ സർവേ ചെയ്ത് പോകുമ്പോൾ സൈഡിലേക്ക് നമ്മൾ ഓഫ്സെറ്റ് മെഷർമെൻറ്റ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ലൈനിൻ്റെ ബോത്ത് സൈഡ്സിലായിട്ട് നമുക്ക് എഴുതിയെടുക്കാം. അതേപോലെ എന്തെങ്കിലും ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുമ്പേ പറഞ്ഞോട്ട് അല്ലെങ്കിൽ പോണ്ട് അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഡിനോട്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതും ചെറിയ ഫിഗേഴ്സായിട്ടൊക്കെ വരച്ച് നമുക്ക് ഈ ഫീൽഡ് ബുക്കിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് യൂസ്ഡ് ഫോർ കമ്പാരിറ്റീവ്ലി ലാർജർ സ്കെയിൽ ആൻഡ് ഡീറ്റെയിൽഡ് ഡൈമെൻഷൻ വർക്ക്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡൈമെൻഷൻ വർക്ക്സിനൊക്കെയാണ് നമ്മൾ ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പാണ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക്. ഇപ്പോൾ സാധാരണ ഓർഡിനറി വർക്ക്സിനൊക്കെ ഈ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ കേസിൽ ഒറ്റ ലൈൻ പറഞ്ഞതിൻ്റെ സ്ഥലത്തായിട്ട് ഡബിൾ ലൈൻ ബുക്കിൽ നമുക്ക് 2 ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 blue lines with a space of 15 to 20 mm in the middle. The space between the 2 lines is utilized for noting the chainages. അപ്പോൾ നമ്മൾ ചെയിൻ സർവേ ചെയ്ത് പോകുമ്പോൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ചെയിനേജസ് എല്ലാം ഈ ഡബിൾ ലൈനിൻ്റെ നടുക്കായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ സൈഡിലേക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 സൈഡിലായിട്ട് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി വർക്ക്സ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഡബിൾ ലൈനുള്ള ഫീൽഡ് ബുക്കാണിത്. നടുക്കത്തെ ഈ ഡബിൾ ലൈനിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ചെയിനേജസ് മെഷർ ചെയ്യുന്നത്. പിന്നീട് എന്തെങ്കിലും ഓഫ്സെറ്റ്സ് എന്തെങ്കിലും മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് സൈഡ്സിലായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫീൽഡ് ബുക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കറക്ഷൻസ് ഇൻ ചെയിൻ സർവേയിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോബ്ലംസ് ചെയിൻ സർവേയിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ചെയിൻ സർവേയിങ് ചെയ്യാൻ നേരം പല രീതിയിലുള്ള എറേഴ്സ് സംഭവിക്കും. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻസ് അതിൻ്റെ ഇക്വേഷൻസാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ആദ്യത്തേത് കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ്. അപ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിൽ ഒരു ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രൗണ്ട് കുറച്ച് സ്ലോപ്ഡ് ആണ് എങ്കിൽ നമുക്ക് കറക്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. കുറച്ച് സ്ലോപ്പിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒറിജിനൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടിയ വാല്യൂ ആയിരിക്കും നമുക്ക് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യേണ്ട കറക്ഷനാണ് ഇവിടെ ഈ കറക്ഷൻ ഫോർ സ്ലോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദ വാല്യൂ വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. കാരണം നമ്മളൊരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ നേരം എപ്പോഴും നമുക്ക് വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത് കമ്പയർ ടു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടപ്പോൾ നെഗറ്റീവ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് സ്ലോപ്ഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എല്ലാം എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ട കറക്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കുക. തീറ്റ ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് -1/2 × h²/L. അപ്പോൾ മൈനസ് എന്തുകൊണ്ടാണ്? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആയിരിക്കും കറക്ഷൻ. അപ്പോൾ h എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്.
അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തരും 2 പോയിന്റ്സ് നമ്മളുടെ എലിവേഷൻ ഡിഫറൻസ് എത്ര എന്നുള്ള ക്വസ്റ്റനിൽ തരും. അപ്പോൾ അതാണ് H കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. L എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ലോപ്ഡ് ഗ്രൗണ്ടിൽ എടുത്ത മെഷർമെൻറ്റുമാണ്. അപ്പോൾ കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുക, -1/2 × h²/L. അടുത്തത് കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഈ കറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 20 മീറ്റർ ചെയിൻ ആണെന്ന് വിചാരിക്കാം. പക്ഷേ 20 മീറ്റർ എന്നായിരിക്കും ഡെസിഗ്നേറ്റഡ്. എന്നാൽ നമ്മൾ ആക്ച്വലി ഇത് ഒരു ടേപ്പ് വെച്ച് മെഷർ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് 20 മീറ്റർ ആയിരിക്കണമെന്നില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ അതിന് വരുന്ന കറക്ഷൻസ് ആണ് നമ്മൾ ഈ കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. ഇഫ് L ഡാഷ് ഇസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ടേപ്പ്. അപ്പോൾ നമ്മൾ 20 മീറ്റർ എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ അതിൻ്റെ ഡെസിഗ്നേറ്റഡ് ലെങ്ത് ആണ് ഈ 20 മീറ്റർ. പക്ഷേ ആക്ച്വൽ ലെങ്ത് ചിലപ്പോൾ ഈ 20 മീറ്ററിനേക്കാൾ കുറച്ച് കുറവോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ ആയിരിക്കും. അപ്പോൾ ഈ ആക്ച്വൽ ലെങ്ത് ആണ് നമ്മൾ L ഡാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് L ഇസ് എ ഡെസിഗ്നേറ്റഡ് ലെങ്ത്. അതായത് നമ്മൾ എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞ് മേടിക്കുന്നു, ഇപ്പോൾ 20 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ടേപ്പ് ആ ഡെസിഗ്നേറ്റഡ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 20 മീറ്ററാണ്. നമ്മൾ ഇത് വെച്ച് ഒരു മെഷർമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ മെഷർ ചെയ്ത് ലെങ്ത് ഓഫ് ദ ലൈൻ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് L ഡാഷ് - L/L ഇൻറ്റു മെഷേർഡ് ലെങ്ത്. അപ്പോൾ അതിനെ നമുക്ക് L ഇൻറ്റു C ഉദ്ദേശിക്കുന്ന കറക്ഷൻ പെർ ടേപ്പ് ലെങ്ത് എന്നാണ്, സ്മോൾ c. അപ്പോൾ L ഇൻറ്റു ക്യാപിറ്റൽ L ഇൻറ്റു C ബൈ സ്മോൾ L എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷനിൽ നിന്ന് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അതായത് നമുക്ക് ഒരു മെഷേർഡ് ലെങ്ത് തരും, എന്നിട്ട് ഡെസിഗ്നേറ്റഡ് ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും ചെയിനിൻ്റെയോ ടേപ്പിൻ്റെയോ തരും. എന്നിട്ട് ട്രൂ ലെങ്ത് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഇൻറ്റു ആക്ച്വൽ ലെങ്ത് ബൈ ഡെസിഗ്നേറ്റഡ് ലെങ്ത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡെസിഗ്നേറ്റഡ് ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും തരുന്നു, എന്നിട്ട് മെഷേർഡ് ഏരിയയാണ് തരുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ട്രൂ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ ഇതേ ഇക്വേഷനിൽ തന്നെ ഈ ആക്ച്വൽ ലെങ്ത് ബൈ ഡെസിഗ്നേറ്റഡ് ലെങ്ത് എന്നുള്ളതിൻ്റെ സ്ക്വയർ എടുക്കണം, ആ ഒരു റേഷ്യോയുടെ സ്ക്വയർ എടുക്കണം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. The true area is equal to measured area into actual length by designated length the whole square. അപ്പോൾ ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കറക്ഷനിലേക്ക് കിടക്കാം, കറക്ഷൻ ഡ്യൂ ടു പുൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ്റെ എറേഴ്സ്, പെർമിറ്റഡ് എറേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ചെയിൻ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ നേരം ഒരു സ്റ്റാൻഡേർഡ് പുള്ള് പറയുന്നുണ്ട്. അപ്പോൾ ചില കേസസിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ നേരം ഈ സ്റ്റാൻഡേർഡ് പുള്ള് അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്ന വർക്കർ അല്ലെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുന്ന ആൾ ചിലപ്പം ആവശ്യത്തിന് പുല്ല് കൊടുക്കാതെ കുറച്ചൊന്ന് സാഗൊക്കെ ചിലപ്പം വരും, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പുല്ല് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പുള്ളിൻ്റെ എഫക്റ്റ് കാരണം ഈ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അത് കാരണമുള്ള കറക്ഷനാണ് ഈ കറക്ഷൻ ഡ്യൂ ടു പുള്ളിൽ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ദ പുൾ അപ്ലൈഡ് ടു ദ ടേപ്പ് ഓർ ചെയിൻ ഡ്യൂറിങ് മെഷർമെൻറ്റ് ഇസ് നോട്ട് സിമിലർ ടു ദ സ്റ്റാൻഡേർഡ് പുൾ വിച്ച് വാസ് അപ്ലൈഡ് ഡ്യൂറിങ് കാലിബ്രേഷൻ, ദ കറക്ഷൻ ഓഫ് പുൾ ഇസ് അപ്ലൈഡ്. അപ്പോൾ ഈ കറക്ഷൻ പുള്ള് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് P - P0 × L/A. ഇവിടെ P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പുൾ അപ്ലൈഡ് ഡ്യൂറിങ് മെഷർമെൻറ്റ്, P0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പുൾ അപ്ലൈഡ് ഡ്യൂറിങ് കാലിബ്രേഷൻ. ഇപ്പോൾ ഫീൽഡിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത പുള്ളാണ് P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. P0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കാലിബ്രേഷൻ പുള്ളാണ്. ഇനി L ഇസ് എ മെഷേർഡ് ലെങ്ത്, A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ ടേപ്പ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ആൻഡ് E ഇസ് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ടേപ്പ്, ഇതും ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഇതാണ് കറക്ഷൻ ഡ്യൂ ടു പുള്ള്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കറക്ഷൻ ഡ്യൂ ടു സാഗ് ആണ്. അപ്പം നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ടില്ല എങ്കിൽ ഇത് സാഗ് ചെയ്യും മെഷർമെൻറ്റ് എടുക്കാൻ നേരം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നിൽക്കത്തില്ല, ഇങ്ങനെ ഒന്ന് വളഞ്ഞു നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സാഗിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാഗ് ചെയ്യാൻ നേരം നമ്മുടെ മെഷർമെൻറ്റ്സിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ അതിനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കറക്ഷൻസിൻ്റെ 2 ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. ബേസ്ഡ് ഓൺ വെദർ ദ വെയ്റ്റ് ഓഫ് ദ ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് ഇസ് ഗിവൺ ഇൻ ടോട്ടൽ യൂണിറ്റ്സ് ഓർ ടോട്ടൽ വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് പെർ മീറ്റർ. ഇപ്പോൾ വെയ്റ്റ് പെർ മീറ്റർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ, അതായത് ഇപ്പം ഒരു ചെയിനിൻ്റെ വെയ്റ്റ് ഇത്ര യൂണിറ്റ്സ് ആണ് പെർ മീറ്റർ അല്ലെങ്കിൽ പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് തരുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആദ്യത്തെ ഇക്വേഷനാണ്
W square L cube by 24 P square. ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ചെയിൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ W square L by 24 P square. അപ്പോൾ ബാക്കി ടേംസ് ഉദ്ദേശിക്കുന്നത് L ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ ലെങ്ത് ഓഫ് ദ സർവേ ലൈൻ മെഷേർഡ്. P എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് പുള്ളിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് വെച്ചുള്ള പ്രോബ്ലം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഇക്വേഷൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ W square L cube by 24 P square when weight of the tape per unit length is given, and W square L by 24 P square when total weight of the tape is given. അടുത്തത് കറക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്, ചെയിൻ മെറ്റൽ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസ് കാരണം ഈ ചെയിനിൻ്റെ ടേപ്പിൻ്റെ ഒക്കെ ലെങ്ത്തിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പം ഈ കറക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷനാണ് ആൽഫ Tm മൈനസ് T0 ഇൻറ്റു L. ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലീനിയർ കോയിഫിഷ്യൻറ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തരും, നമ്മുടെ ചെയിനിൻ്റെ അല്ലെങ്കിൽ ടേപ്പിൻ്റെ മെറ്റലിൻ്റെ ആൽഫ വാല്യൂ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. Tm ഉം T0 ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ മീൻ ടെമ്പറേച്ചർ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കാലിബ്രേഷൻ ടൈമിലുള്ള ചെയിനിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കട്ടെ. കാലിബ്രേറ്റ് ചെയ്യാൻ നേരം ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫീൽഡിൽ മെഷർ ചെയ്യാൻ നേരം ഉള്ള ടെമ്പറേച്ചറാണ് Tm. L ഇസ് ദ ലെങ്ത് മെഷേർഡ്. നമുക്ക് എത്രയാണോ മെഷർ ചെയ്ത് നമുക്ക് ലെങ്ത് കിട്ടിയത് അതാണ് L ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കിട്ടും. ഇപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറക്ഷൻസ്. ഇപ്പോൾ കൂടുതലും പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇത്രയും കറക്ഷൻസിൽ നിന്നാണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചെറിയൊരു പോർഷൻ ഉണ്ട്, എറേഴ്സ്. അപ്പോൾ എറേഴ്സ് ഇൻ ചെയിൻ സർവേയിങ് രണ്ട് ടൈപ്പാണ് നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ. കോമ്പൻസേറ്റിംഗ് എറർ ആൻഡ് ക്യുമുലേറ്റീവ് എറർ. ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് പോകുമ്പോൾ ഇത് അങ്ങ് നള്ളിഫൈ ആയിപ്പോകും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ തമ്മിൽ ബാലൻസ് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് കറക്ഷൻസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട വരാറില്ല, ഇതങ്ങ് ക്യാൻസൽ ഔട്ടായി പൊക്കോളും. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം എറർ. ദിസ് ടൈപ്പ് ഓഫ് എറർ ഇസ് ലൈക്ലി ടു occur in both directions and tends to compensate. Random error is proportional to the square root of the length of the line. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പം പല എക്സാംസിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഈയിടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കോമ്പൻസേറ്റിംഗ് എറർ എന്തിന് പ്രൊപ്പോർഷൻ ആണെന്നുള്ളത്, ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഓർ സ്ക്വയർ റൂട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോണം. കോമ്പൻസേറ്റിംഗ് എറർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ലൈനിൻ്റെ ലെങ്ത് ഇപ്പോൾ ഒരു 10 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 10 പ്രൊപ്പോർഷനാണ് റാൻഡം എറർ. ഇനി ക്യുമുലേറ്റീവ് എറർ ആണെങ്കിലോ, ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുമ്പം ആഡ് ചെയ്ത് പോകുന്ന എററാണ്, സിസ്റ്റമാറ്റിക് എററാണ്. അതിങ്ങനെ ആഡ് ചെയ്ത് പോകും. The other name for cumulative error is systematic error. This error follows the laws of mathematics and is hence called systematic error. They are liable to occur in one direction only. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് പോകുമെന്ന് പറയുന്നത്. നമ്മുടെ കോമ്പൻസേറ്റിംഗ് എററിൻ്റെ കൂട്ട് ഇത് ക്യാൻസൽ ഔട്ട് ആയി പോകത്തില്ല, പകരം ആഡ് ചെയ്ത് പോകും. Cumulative error is directly proportional to the length of the line. അപ്പം ക്യുമുലേറ്റീവ് എററിൻ്റെ കേസിൽ ദിസ് എറർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ. അപ്പോൾ ആ രണ്ട് ചേഞ്ചസ് വ്യത്യാസങ്ങൾ ഓർത്തോണം. കോമ്പൻസേറ്റിംഗ് എറർ ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ആൻഡ് ക്യുമുലേറ്റീവ് എറർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ. അപ്പോൾ ഇത്രയാണ് ചെയിൻ സർവേയിങ്ങിൽ നമ്മുടെ ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ കറക്ഷൻസ് അപ്ലൈഡ് ഇൻ ചെയിൻ സർവേയിങ് ഡിസ്കസ് ചെയ്തു. ഇനി എറേഴ്സ് ഇൻ ചെയിൻ സർവേയിങ് ബ്രോഡായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി ചെയിൻ സർവേയിങ്ങിൻ്റെ ടോപ്പിക്സൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.